അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള പ്രാസ്ഥാനിക പ്രവർത്തകരെ, സോഷ്യൽ മീഡിയയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണം നടത്തുന്നതായി അറിവിൽപ്പെട്ടു. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ഹാദിമായി ജീവിക്കുവാനും ഉസ്താദുമാരുടെ പൊരുത്തത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനും സമത്വക്ക് സേവനം ചെയ്തുകൊണ്ട് മരണപ്പെടുവാനും ആഗ്രഹിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചരണങ്ങൾ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്സരിക്കാനും നേതൃത്വം നൽകാനും എന്നെക്കാൾ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ ധാരാളം ആളുകൾ ഉള്ള സ്ഥിതിക്ക് എന്നെപ്പോലുള്ള ഒരാൾ അത്തരമൊരു മേഖലയിലേക്ക് നീങ്ങേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് വ്യക്തമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിലും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നമ്മൾ കൽപ്പിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് തന്നെയാണ്. ഈ ദീനി ഖിദ്മത്തിലായി തന്നെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിനെ രാഷ്ട്രീയത്തിലേക്ക് ചിന്തിപ്പിക്കുവാനും ആ മേഖലയിലേക്ക് പോകുവാനും ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്തരമൊരു പ്രേരണ എന്റെ മേലാരും ചെലുത്തരുത് എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. ഒരു പക്ഷേ ശത്രുക്കളായിരിക്കാം ഇത്തരം ഒരു പ്രചരണത്തിന്റെ മുന്നിൽ. ബഹുമാന്യനായ ശംസുൽ ഉലമയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നൽകിയ ഉപദേശവും അനുഗ്രഹവും അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു നിർദ്ദേശം എനിക്ക് ലഭ്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രസംഗ രംഗത്ത് ഉയർന്നതും അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് എനിക്ക് പ്രാസ്ഥാനിക രംഗത്ത് ഇത്രയും മുന്നോട്ട് പോകാൻ സാധിച്ചതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ നടന്ന പാതയിലൂടെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഇന്നും എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. മറ്റുള്ള മേഖലയിലേക്ക് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്തരം പ്രചരണങ്ങൾ ഒരിക്കലും നടത്തരുത് എന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഇത്തരം പ്രചരണങ്ങൾ മുമ്പും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയിലേക്ക് ഞാൻ തീരെ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ക്ലിപ്പിംഗ് അയക്കുന്ന ഒരു സ്വഭാവം എനിക്ക് കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ മേഖലയെ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് ഇതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലിപ്പ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി അയക്കേണ്ടി വന്നത് എന്ന് വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു. അള്ളാഹു സമസ്തക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അതിന്റെ തണലിലായി ജീവിച്ച് മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. സ്നേഹിക്കുന്നവരാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ ഇത് അവസാനിപ്പിക്കുക. അല്ല, ശത്രുക്കളുടെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളെങ്കിൽ ഉള്ളതെങ്കിൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇഷ്ടമില്ലാത്ത കാര്യം ആവർത്തിക്കാതിരിക്കാൻ അവരോട് പറയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.